السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أحمده حمدا بلا عدد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. صدق الله مولانا العلي العظيم. يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. واعلموا أمة سيدنا محمد. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീതമായ ആത്മീയ സംഗമം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആരുടെ നാമധേയത്തിലാണോ ഈ ശ്രേഷ്ഠമായ മജ്‌ലിസ് നാം സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ റഹ്മാനായ റബ്ബ് ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാവർക്കും പരിപൂർണമായ സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒറ്റ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സുൽത്താനുൽ ഔലിയാ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗൗസുൽ ആലം അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടിയ ആളുകളാണ് നമ്മളെല്ലാവരും. പരിശുദ്ധമായ റബീഉൽ ആഖിറിലെ 11ാമത്തെ ദിവസം ജീലാനി ദിനം എന്ന പേരിലാണ് ലോക മുസ്ലിമുകൾ ആചരിച്ചു വരുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പവർ ലഭിച്ച മഹാനാണ് അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് പവർ കൊടുക്കുന്നത് രണ്ട് രൂപത്തിലാണ്. രണ്ട് നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പവർ കൊടുക്കും. ഒന്ന് ദാത്തിയായ ശറഫാണ്, രണ്ടാമത്തത് കസ്ബിയായ ഷറഫാണ്. ദാത്തിയായ ഷറഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് കനിഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ പവറാണ്. അതൊരിക്കലും അധ്വാനിച്ചാൽ കിട്ടൂല. അള്ളാഹുവിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഒരു മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ഷറഫാണ് ദാത്തിയായ ഷറഫ്. അതിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ സയ്യിദ് വംശത്തിൽ പിറക്കുക എന്നുള്ളത്, തങ്ങന്മാരാവുക എന്നുള്ളത്. സയ്യിദ് വംശത്തിൽ തന്നെ ഹസനി വംശജനാവുക എന്നുള്ളതും ഹുസൈനി വംശത്തിൽ പിറക്കുക എന്നുള്ളതും
അള്ളാഹു തങ്ങന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന മറ്റൊരു പവറാണ്. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പുണ്യപ്രവാചകന് വലിയ ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ ഹബീബിന് വല്ലാതെ സ്നേഹമുള്ള മക്കളായിരുന്നു ഹസനും ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഹബീബായ പ്രവാചകൻ തന്നെ പറഞ്ഞത്, അൽ ഹസനു മിന്നി വൽ ഹുസൈനു മിന്നി. ഹസൻ എന്നിൽപ്പെട്ടവനാണ്, ഹുസൈനും എന്നിൽപ്പെട്ടവനാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട രണ്ട് പൊന്നോമന മക്കൾ. എന്നിട്ട് ഹബീബായ പ്രവാചകൻ പറയുന്നുണ്ട്, വമൻ അഹബ്ബഹു ഫഖദ് അഹബ്ബനി. അതുകൊണ്ട് ആര് അവരെ സ്നേഹിച്ചുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അബ്ഗളഹു ഫഖദ് അബ്ഗളനി. ആര് അവരോട് കോപിച്ചുവോ, ആര് അവരോട് ദേഷ്യം വെച്ചുവോ അവൻ എന്നോടും ദേഷ്യം വെച്ചവനാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദാത്തിയായ ശറഫാണ് സയ്യിദ് വംശത്തിൽ പിറക്കുക എന്നുള്ളത്. അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രത്യേകമായിട്ട് കനിഞ്ഞ് അരുളിയ വലിയൊരു അനുഗ്രഹമാണ് അയാൾ സയ്യിദ് കുടുംബത്തിൽ പിറക്കുക എന്നുള്ളത്. അതുതന്നെ ഹസനി വംശത്തിൽ, ഹുസൈനി വംശത്തിൽ പിറക്കുക എന്നുള്ളത് മറ്റൊരു മഹദ് ഫളലാണ്. ഈ വലിയ മഹദ് ഫളലുകളിലൊക്കെ ഒത്തുചേർന്നൊരു മഹാനാണ് നമ്മൾ ഇന്ന് ഇവിടെ സ്മരിക്കപ്പെടുന്ന അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖുതുബിയത്തിൽ ഒരു വരി കാണാം, അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ അബൗ വ ഉമ്മ ശരീഫൈനി ഖദ് ഇജ്തമഅ. മഹാനവർകൾ ഹുസൈനിയും ഹസനിയുമായ വംശത്തിൽ പിറന്നാൽ ഈ രണ്ട് വംശ പരമ്പരയും ഒരുമിച്ച് കൂടിയ ആളാണ് ഗൗസുൽ ആദം മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനായ ഗൗസുൽ ആദമിന്റെ ഒന്നാമത്തെ വലിയ പവറത അള്ളാഹു കൊടുത്തിട്ടുള്ള ദാത്തിയായ ശറഫ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാമമാണ് അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് ഈമാൻ കൊണ്ട് അല്ലാഹു നിറച്ചു തരട്ടെ. ഇനി മറ്റൊന്നെന്താ? രണ്ടാമത്തെ ഒരു പവർ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കസ്ബിയായ ശറഫാണത്. അത് അധ്വാനിച്ചുകൊണ്ടൊരു മനുഷ്യൻ നേടിയെടുക്കുന്ന പവറാണത്. ഗൗസുൽ ആലമിന്റെ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മഹാനവറുകൾ ചെറുപ്പകാലം മുതൽ ആത്മീയ വഴിയിലൂടെ ഒരുപാട് കട്ടപ്പാടുകൾ, ഒരുപാട് യാതനകൾ സഹിച്ച മനുഷ്യനാണ്. ദാത്തിയായ ശറഫിന് പുറമെ കസ്ബിയായ ശറഫും സമ്മേളിച്ച ഈ രണ്ട് ഗുണങ്ങളും, ഈ രണ്ട് പവറുകളും ലഭിച്ച ആളാണ് മഹാനായ ഗൗസുൽ ആലം. ഹിജറ വർഷം 488 മുതൽ 520 വരെ 32 വർഷം മഹാനായ ഗൗസുൽ ആലം തങ്ങള് കഠിനമായ പീഡനങ്ങളും കഠിനമായ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ ശ്രേഷ്ഠമായ വഴിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ചരിത്രത്തിൽ കാണാം, 25-ാമത്തെ വയസ്സിൽ ഇറാഖിലെ മരുഭൂമിയിൽ ഒരു വർഷം മഹാനവറുകൾ ഏകാഗിയായി അലഞ്ഞു നടന്നുവത്രേ. ആത്മീയമായ വഴിയിൽ, ത്യാഗത്തിന്റെ വഴിയിൽ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൂടി. അവിടെ വെച്ച് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്നുണ്ട്. 3 വർഷം ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗുരുവാക്കി അദ്ദേഹത്തിന്റെ ശിഷ്യനായി കൊണ്ട് മഹാനവറുകൾ ഗൗസുൽ ആദം ജീവിച്ചതായിട്ട് കിതാബുകൾ നോക്കുമ്പോ നമ്മൾ കാണുന്നുണ്ട്. ആ 3 വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം 1 വർഷം മഹാനവറുകൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അത്ര ജീവിച്ചത്. വെള്ളം മാത്രം കുടിച്ചു ജീവിച്ചു. 2-ാമത്തെ വർഷം ഒന്നും തിന്നാതെയും കുടിക്കാതെയും ഉറങ്ങാതെയും കഴിച്ചുകൂട്ടി. ഒന്നും തിന്നില്ല, ഒന്നും കുടിച്ചില്ല, ഒരു പോള പോലും കണ്ണടക്കാതെയാണ് മഹാനവറുകൾ കഴിച്ചുകൂട്ടിയത്. 1 വർഷമോ ഇലകൾ മാത്രം ഭക്ഷണം കഴിച്ചിട്ട്, ഇലകൾ മാത്രം കഴിച്ചിട്ട് കഴിഞ്ഞുകൂടി. 1-ാമത്തെ വർഷം ഇലകൾ മാത്രം കഴിച്ചു കഴിഞ്ഞുകൂടിയ മഹാൻ 2-ാമത്തെ വർഷം പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയെങ്കിൽ
മൂന്നാമത്തെ വർഷം ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കുടിച്ചിട്ടില്ല, ഒരു പോള പോലും കണ്ണടക്കാതെ ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയെന്ന് മഹാന്റെ ജീവിതം പരതുമ്പോൾ നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത, അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹം ലഭിച്ച ആളുകൾക്കൊക്കെ അത് കഴിയും. ഇങ്ങനെ ത്യാഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ധാരാളം കഥകൾ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ ജീവിതം പരതുമ്പോ നമുക്കൊക്കെ കാണാൻ കഴിയും. ഇങ്ങനെ രണ്ട് ഷറഫുകളും സമ്മേളിച്ച ആളാണ് മഹാനായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സുൽത്താനുൽ ഔലിയാ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണല്ലോ മഹാനായ ഗൗസുൽ ആദം, ഔലിയാക്കന്മാരുടെ സുൽത്താൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആരാണ് ഔലിയാ? ഈ ഔലിയാക്കന്മാർക്ക് വ്യത്യസ്തമായ പദവികളുണ്ടോ? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടുന്നതാണ്. ഔലിയാക്കന്മാരെല്ലാവരും ഒരേ ഗ്രേഡിലല്ല. ഔലിയാക്കന്മാരൊക്കെ വ്യത്യസ്തമായ പദവികളിലാണ്. അവരുടെ കൂട്ടത്തിൽ ഖുതുബുണ്ട്, അഫറാദുണ്ട്, ഔതാദുണ്ട്, അബ്ദാലുണ്ട്. ഈ ഖുതുബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഖുതുബ്. അവരുടെ തൊട്ട് താഴെയാണ് അഫറാദ്, അവർക്ക് പിന്നാലെയാണ് ഔതാദിങ്ങൾ, അവരുടെ ശേഷമുള്ള ആളുകളാണ് അബ്ദാലുകൾ. ഈ നാല് ഗണത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിരിക്കുന്ന ആളാണ് ഖുതുബ്. മഹാനായ ഗൗസുൽ ആദം ഖുതുബായിരുന്നു എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ കടന്നു വന്ന എല്ലാ ഖുതുബിനേക്കാളും വലിയ ഖുതുബായിരുന്നു. ഖുതുബിനൊരു പ്രത്യേകതയുണ്ട്. ഖുതുബ് ഒരു കാലഘട്ടത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഖുതുബ് ഒരു കാലഘട്ടത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഖുതുബ് വഫാത്തായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ നിയമിക്കപ്പെടൂ. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കടന്നു വന്നതും വരാനിരിക്കുന്നതുമായ ഖുതുബുകൾ ഏതൊക്കെയുണ്ടോ അവരുടെയൊക്കെ മുകളിലാണ് മഹാനായ അസ്സയ്യിദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സ്ഥാനമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ മഹാനവറുകളെ വിളിക്കുന്നത് ഖുതുബുൽ അഖ്താബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗൗസുൽ ആദമിനെ പറ്റി നമ്മൾ പഠിക്കണം. ആ ജീവിതത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. ഖുതുബ് ഒരു കാലഘട്ടത്തിൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂവെങ്കിൽ മഹാനായ ഗൗസുൽ ആദമിന്റെ വലിയ പ്രത്യേകത എന്താണെന്നോ, അദ്ദേഹം ജനിച്ചപ്പോഴേ ഖുതുബാണ്. മുഹിയുദ്ദീൻ മാലയിൽ ഖാദി മുഹമ്മദ് പറഞ്ഞു വെക്കുന്നുണ്ട്, ഖുതുബായി വന്നോവർ വാനമ്മ തേളിയിലും കേളി നിറഞ്ഞോവർ. മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഖുതുബായി കൊണ്ടാണ് പറന്നു വീഴുന്നത്. മാത്രമല്ല 7 ആകാശങ്ങളിലും കേളികേട്ട പ്രസിദ്ധി നേടിയ ആളാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ. ഖുതുബാണെന്ന് മാത്രമല്ല, ജനിച്ചപ്പോഴേ ഖുതുബാൻ. 7 ആകാശങ്ങളിലും അറിയപ്പെട്ട ആളാണ്. ഒരു മനുഷ്യൻ ആകാശങ്ങളിൽ എങ്ങനെയാ അറിയപ്പെടുക? നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇദാ അഹബ്ബല്ലാഹു അബ്ദ, അല്ലാഹ് ഒരു അടിമയെ സ്നേഹം വെച്ചു കഴിഞ്ഞാൽ, ഭൂമിയിലുള്ള ഒരു അടിമയെ അല്ലാഹു സ്നേഹിച്ചു കഴിഞ്ഞാൽ, നാദാ ജിബ്രീൽ ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുമത്രേ, ഇതാ ആ ഭൂമിയിലുള്ള ഇന്നാലിന്ന മനുഷ്യനെ അല്ലാഹ് ഇഷ്ടം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ നിങ്ങൾ സ്നേഹിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിച്ചു പറയുമത്രേ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയാളെ സ്നേഹിക്കുകയാണ്. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചു പറയും, ദാ ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടണം. ഉടനെ ജിബ്രീൽ അയാളെ ഇഷ്ടപ്പെടുകയാണ്.
ജിബ്രീൽ ഇഷ്ടപ്പെട്ടാലോ ഫയുനാദി ജിബ്രീൽ ഫീ അഹ്ലിസ് സമാ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശലോകത്തുള്ള എല്ലാ ആളുകളെയും വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭൂമിയിലുള്ള ഇന്നാലിന്ന മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണേ എന്ന് പറയുമ്പോ എല്ലാവരും അവരെ ഇഷ്ടപ്പെടുമത്രേ. ഫയുഹിബ്ബുഹു അഹ്ലസ് സമാ, ഉടനെ ആകാശലോകത്തുള്ള എല്ലാവരും അയാളെ വല്ലാതെ എന്ന് സ്നേഹിക്കും. അതിനുശേഷമാണ് പിന്നീട് ആ മനുഷ്യന് ഭൂമിയിൽ പ്രത്യേകമായ ഒരു അംഗീകാരം ലഭിക്കുകയാണ്. പ്രത്യേകമായ ഒരു അംഗീകാരം ആ മനുഷ്യന് ലഭിക്കുമെന്ന് ഹബീബുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാലാണ് ഭൂമിയിൽ ആ മനുഷ്യനിക്ക് പ്രത്യേകമായ അംഗീകാരം ലഭിക്കുക. മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം ഭൂമിയിൽ മാത്രമല്ല 7 ആകാശത്തും അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു പ്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. 7 ആകാശത്തും അറിയപ്പെട്ട ആളാണ്. ഇനി അള്ളാഹ് ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? فإذا أحببته كنت سمعه الذي يسمع به. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുകയാണ്, ഞാനെങ്ങാനും ഒരു മനുഷ്യനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സംഅഹു الذي يسمع به, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹുല്ലദീ യബ്സറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. മാത്രമല്ല വയദഹുല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കയ്യ് ഞാനാകും. വരിജിലഹുല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വലഇൻ സഅലനീ അഅതൈതഹു, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. വലഇൻ ഇസ്തആദനീ ലഉഈദന്ന, അവൻ എന്നോട് വല്ല കാര്യത്തെ സംബന്ധിച്ചും അഭയം തേടിയാലോ ഞാൻ അവന് അഭയം കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മനുഷ്യനിക്കപ്പോ പ്രത്യേകമായ അസാധാരണമായ ചില കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അല്ലാഹു ഒരു മനുഷ്യനെ ഇഷ്ടം വെച്ചു കഴിഞ്ഞാൽ അസാധാരണമായ കഴിവുകൾ. ആ മനുഷ്യൻ കാണുന്നത് സാധാരണ കാഴ്ചയല്ല, ആ മനുഷ്യൻ കേൾക്കുന്നത് സാധാരണ ചെവി കൊണ്ടല്ല, ആ മനുഷ്യൻ പിടിക്കുന്നതും നടക്കുന്നതും സാധാരണ കൈകാലുകളെ കൊണ്ടല്ല, അതിനൊക്കെ ഒരു അസാധാരണത്വം നൽകപ്പെടുകയാണ്. ഗൗസുൽ ആലം തങ്ങളുടെ ചരിത്രം പരതുമ്പോ നമ്മളതും കാണുന്നുണ്ടല്ലോ. ഒരിക്കൽ ഗൗസുൽ ആലം തങ്ങളുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് തന്റെ മകനെയും പിടിച്ചുകൊണ്ടാണ് ഗൗസുൽ ആലം തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത്. ഗൗസുൽ ആലം തങ്ങളുടെ അരികിലേക്ക് തന്റെ മകനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളവറുകളെ, ഞാൻ എന്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്റെ മകന് ആത്മീയമായ ശിക്ഷണം നൽകാൻ, അദബ് പഠിപ്പിക്കാൻ, എന്റെ മകന് ശരീഅത്ത് പഠിപ്പിക്കാൻ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മകനവിടെ കൊണ്ടാക്കി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ ആ ഉമ്മാക്ക് മോഹം തന്റെ മകനെ ഒന്ന് കാണണമല്ലോ. മകനെ കാണാൻ വേണ്ടി ആ ഉമ്മ ഗൗസുൽ ആലം തങ്ങളുടെ പാഠശാലയിലേക്ക് ചെല്ലുകയാണ്. ഗൗസുൽ ആലം തങ്ങളുടെ പാഠശാലയിൽ ചെന്നിട്ട് മകനെ കണ്ടു. മകനെ കണ്ടപ്പോ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിപ്പോയി. ആ മകൻ അവിടെ കൊണ്ടാക്കുന്ന സമയത്ത് നല്ല തുടുത്ത, നല്ല കാണാൻ അഴകുള്ള, മനോഹരമായ ശരീരഘടനയോടുകൂടിയുള്ള മകനായിരുന്നു. പക്ഷേ ഇപ്പൊ മകനെ കാണുമ്പോ കണ്ണുകൾ കുഴിഞ്ഞ്, കവിളുകൾ ഒട്ടി, ശരീരമാകെ നിറം മാറി. ആ മകനെ കണ്ടപ്പോ, വിളറി വെളുത്ത ആ മകനെ കണ്ടപ്പോ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു. എന്തു പറ്റി എന്റെ മകന്? എന്റെ മകൻ എന്തു പറ്റി? അങ്ങനെ നോക്കുമ്പോഴാണ് തന്റെ മകൻ തിന്നുന്ന ഭക്ഷണം ശ്രദ്ധിച്ചത്. ആകെ തൊലിക്കോതമ്പിന്റെ ഉണങ്ങിയ റൊട്ടിയാണ് തന്റെ മകന് കഴിക്കുന്നത്. വെറുതെയല്ല തന്റെ മകൻ ഇങ്ങനെ ആയത്. തന്റെ മകന്റെ ഭക്ഷണം വളരെ മോശമാണ്. ഈ തൊലിക്കോതമ്പിന്റെ ഉണങ്ങിയ റൊട്ടി കഴിച്ചത് കൊണ്ടാണ് തന്റെ മകൻ ഇങ്ങനെയായത്. ഉമ്മാക്ക് സങ്കടം വന്നു. ഗൗസുൽ ആലം തങ്ങളുടെ റൂമിന്റെ അരികിലേക്ക്, മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ റൂമിന്റെ അരികിലേക്ക് ആ പ്രിയപ്പെട്ട മാതാവ് ചെന്നു. സങ്കടം പറയാൻ, പരാതിപ്പെടാൻ വേണ്ടി ചെന്നു നോക്കുമ്പോ കാണുന്നത് സുബ്ഹാനല്ലാഹ്, മഹാനായ ഗൗസുൽ ആലം തങ്ങളുടെ
മുമ്പിലതാ ഒരു തളികയിരിക്കുന്നു. ആ തളികയിൽ പൊരിച്ച കോഴിയുടെ എല്ലുകൾ ഇങ്ങനെ, ആ തളികയിൽ പൊരിച്ച കോഴിയുണ്ട്, അതിന്റെ എല്ലുകൾ ഗൗസുൽ ആദം അതിൽപ്പെടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച, നല്ല പൊരിച്ച കോഴി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ സമക്ഷത്തിലെത്തിയ പ്രിയപ്പെട്ട മാതാവ് കാണുന്നത്. ആ മാതാവിന്റെ ഉള്ളു പൊട്ടാൻ ഇതിലും കൂടുതൽ എന്ത് വേണം? തന്റെ മകൻ ഉണങ്ങിയ റൊട്ടി കഴിക്കുമ്പോ ഉസ്താദായ ഗൗസുൽ ആദം തങ്ങൾ കഴിക്കുന്നത് നല്ല പൊരിച്ച മാംസമാണ്, നല്ല പൊരിച്ച കോഴിയാണ്. ഇത് കണ്ട സമയത്ത് ആ ഉമ്മ മഹാനായ ഗൗസുൽ ആദം തങ്ങളോട് സങ്കടത്തോടുകൂടി ചോദിച്ചു, യാ സയ്യിദി അതഅകുലു ദജാജ വയഅകുലു ഇബ്നി ഖുബ്സ സഈർ. ഓ സയ്യിദവറുകളെ, അങ്ങ് പൊരിച്ച കോഴി കഴിക്കുമ്പോ എന്റെ മകൻ ഉണങ്ങിയ റൊട്ടിയാണല്ലോ തിന്നുന്നത്. ഇത് കേട്ട സമയത്ത് മഹാനായ ഗൗസുൽ ആദം തങ്ങൾ ആ എല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്ന അതിന്റെ മുകളിൽ തന്റെ കൈപ്പടം വെച്ചുകൊണ്ട് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞു, ഖൂമി ബിഇദ്നില്ലാഹ് അല്ലദീ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അതിന്റെ മേൽ കൈപ്പടം വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്കുക. തിന്നു കഴിഞ്ഞ ആ എല്ലുകളുടെ മീതെ കൈവച്ചുകൊണ്ട് ഗൗസുൽ ആദം തങ്ങൾ പറയുകയാണ്, എല്ലുകളെ നുരുമ്പിയ എല്ലുകളെ പുനരുജ്ജീവിപ്പിക്കുന്ന അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്കുക എന്ന് പറയേണ്ട താമസം സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ആ എല്ലുകൾക്ക് മീതെ മാംസം വന്നടിഞ്ഞുകൂടുകയാണ്. അത് പഴയതുപോലെ ഒരു കോഴിയായി രൂപാന്തരപ്പെടുകയാണ്. അത് അവിടെ നിന്നുകൊണ്ട് കൂവുന്ന കരയുന്ന ശബ്ദം അങ്ങോട്ട് കേൾക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന ഉമ്മയോട് ശൈഖ് അവറുകൾ പറഞ്ഞു, ഇദാ സാറ ഇബ്നക ഹകദാ ഫല്യകുൽ മഹ്മാശാ. നിന്റെ മകൻ ഇത്തരമൊരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളത് തിന്നുകൊള്ളട്ടെ എന്ന് മഹാനായ ഗൗസുൽ ആദം. ഈ സംഭവം മുഹ്യിദ്ദീൻ മാലയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ. മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ കറാമത്താണത്. എന്തേ ഇങ്ങനെ സംഭവിച്ചത്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞത്, വയദഹുല്ലതീ യബ്തുശു ബിഹാ. അവര് തൊടുന്ന കയ്യ് എന്റെ കൈയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു അസാധാരണത്വം നിറഞ്ഞ കൈയാണ്, അതൊരു അസാധാരണത്വം നിറഞ്ഞ കൈയാണ്. ഇത് സാധാരണ കൈയല്ല. ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ വിശ്വാസം ചൂഴ്ന്നെടുക്കുന്ന ചില ആളുകളുണ്ടാകും. അവർക്കുള്ള മറുപടി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. ചില കയ്യുകൾക്ക് അസാധാരണത്വമുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിതം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളെ വെല്ലുവിളിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ഇന്നി അഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. മഹാനായ സയ്യിദനാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളൊരൽപ്പം കളിമണ്ണ് കൊണ്ടുവാ, നിങ്ങളൊരൽപ്പം കളിമണ്ണ് കൊണ്ടുവാ, ഞാൻ അതുകൊണ്ടൊരു പക്ഷിയുടെ രൂപമുണ്ടാക്കാം. എന്നിട്ട് ഞാൻ അതിലൂതും ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. അത് പക്ഷിയായി പറക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വെല്ലുവിളിച്ചത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അത് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അല്ലാഹ് കഴിവ് കൊടുത്താൽ സാധിക്കും. അമ്പിയാക്കൾക്ക് ശേഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനം ഏറ്റെടുത്ത് നടത്തിയ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ ഖുതുബീങ്ങൾ, അവർക്ക് ആ കഴിവുണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമല്ലേ? അവർക്ക് ആ കഴിവ് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവാണ്. മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ കഴിവാണത്. ഗൗസുൽ ആദം തങ്ങള് ചരിത്രം പരതുമ്പോ അത്തരം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ പാഠശാലയിൽ
മഹാനായ ഗൗസുൽ ആദം തങ്ങൾ തന്റെ പാഠശാലയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു അത്ഭുതം നടന്നു. ഹിജറ വർഷം 555 സഫർ 3 നടന്നൊരു വലിയൊരു സംഭവം. മഹാനവറുകൾ വുളൂ ചെയ്തിട്ട് തന്റെ പള്ളിയിൽ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ മഹാനവറുകൾ പെട്ടെന്ന് വലിയൊരു അട്ടഹാസം. ചുറ്റും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിങ്ങനെ നിൽക്കുന്ന സമയത്ത് നിസ്കാരം കഴിഞ്ഞ മഹാനായ ഗൗസുൽ ആദം തങ്ങൾ അലമുറയിട്ടു, ഒച്ചയിട്ടു. എന്നിട്ട് തന്റെ പുറത്തുണ്ടായിരുന്ന തന്റെ 2 ചെരുപ്പുകൾ തന്റെ 2 മെതിയടികളിൽ ഒന്നെടുത്ത് അന്തരീക്ഷത്തിലേക്ക് ശക്തമായി അങ്ങോട്ട് വലിച്ചെറിഞ്ഞു, ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് വീണ്ടും ഒച്ച, വീണ്ടും അട്ടഹാസം. 2ാമത്തെ ചെരുപ്പുമെടുത്ത് വലിച്ചെറിഞ്ഞു. ശിഷ്യന്മാര് അത്ഭുതപ്പെട്ടു പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് ശൈഖ് അവറുകൾ അവിടെ തന്നെ വന്നിരുന്നു. ശിഷ്യന്മാർക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ചോദിക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അങ്ങനെ ഈ സംഭവം നടന്ന ദിവസവുമൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് രേഖപ്പെടുത്തി വെച്ചു. ഹിജറ വർഷം 555 സഫർ 3-ാം തീയതി ഒരു ഞായറാഴ്ച നടന്ന സംഭവം. അങ്ങനെ ഈ സംഭവം നടന്ന് കൃത്യം 23 ദിവസം കഴിഞ്ഞപ്പോ ശൈഖ് അവറുകളുടെ പാഠശാലയിലേക്ക് കുറച്ചാളുകൾ കടന്നു വരികയാണ്. അവര് വന്ന പാടെ ശൈഖ് അവറുകൾക്ക് ഒരു ചെറിയൊരു ഹദിയയുണ്ട്, ഒരു നേർച്ചയുണ്ട്, അത് തരാൻ വന്നതാണെന്ന് പറഞ്ഞു. മഹാനായ സയ്യിദ് അവറുകളോട് ഗൗസുൽ ആദം തങ്ങളോട് ശിഷ്യന്മാര് കാര്യം പറഞ്ഞപ്പോ ഗൗസുൽ ആദം അവരുടെ നേർച്ച വാങ്ങി വെക്കാൻ പറഞ്ഞു. അങ്ങനെ നേർച്ച വാങ്ങി വെച്ചു. ആ പൊതി അങ്ങോട്ട് തുറന്നപ്പോ അതിൽ പട്ടുവസ്ത്രങ്ങളുണ്ട്, സ്വർണമുണ്ട്, സ്വർണ്ണാഭരണങ്ങളുണ്ട്. മാത്രമല്ല ആ കൂട്ടത്തിൽ 2 ചെരുപ്പുമുണ്ട്, 2 മെതിയടികളുമുണ്ട്. ഇത് കണ്ടപ്പോ ഒരു അത്ഭുതപ്പെട്ടു. എന്താണിത്? ഈ മെതിയടി മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ മെതിയടിയാണല്ലോ. അവർ ഈ യാത്രക്കാരായ ആളുകളോട് ചോദിച്ചു, മിൻ ഐന ലക്കും ഹാദൽ ഖബ്ഖാബ്, ഈ മെതിയടി നിങ്ങൾക്ക് എവിടെന്ന് കിട്ടി? എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഒരു വലിയൊരു കഥയാണ്. ഞങ്ങൾ ഒരിക്കൽ ഒരു കാട്ടിലൂടെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കെ, കച്ചവടം കഴിഞ്ഞ് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് മേൽ വലിയൊരു കൊള്ള സംഘം ചാടി വീണു. 2 തലവന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ അരികിലേക്ക് ചാടി വീണ അവർ ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു. എതിർത്ത ചില ആളുകളൊക്കെ കൊന്നൊടുക്കി. ഉള്ള ആളുകൾ ഞങ്ങളുടെ ജീവനം കൊണ്ട് ഓടി. അങ്ങനെ ഞങ്ങളുടെ മലയുടെ അപ്പുറത്ത് ഞങ്ങൾ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു, ജീവൻ മാത്രം തിരിച്ചു കിട്ടി. അങ്ങനെ പേടിച്ച് പരിഭ്രാന്തരായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ഗൗസുൽ ആദം തങ്ങൾക്ക്, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് ഒരു നേർച്ച നേർന്നാലോ? അങ്ങനെ അവര് അവിടെ ഇരുന്നുകൊണ്ട് ഗൗസുൽ ആദം തങ്ങളെ വിളിച്ച് നേർച്ച നേരുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ നേർച്ചയാക്കിയ ഉടനെ തന്നെ പെട്ടെന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കുമ്പോ കാണുന്നത് ഗൗസുൽ ആദം തങ്ങളുടെ നേർച്ചയാക്കി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഞങ്ങൾ ശബ്ദം കേട്ട് നോക്കുമ്പോ ഞങ്ങൾ കാണുന്നത് അവിടെ കൊള്ള സംഘത്തിൽപ്പെട്ട അവരുടെ തലവന്മാര് മലർന്നടിച്ചു കിടക്കുകയാണ്. ഒരു ചത്തുമലച്ച് കിടക്കുകയാണ്. 2 അട്ടഹാസങ്ങൾ ഞങ്ങൾ കേട്ടു. ആ സമയത്ത് 2 തലവന്മാരും അവിടെ ചത്തുമലച്ച് കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഉടനെ തന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഞങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ സമ്പത്ത്, ഇത് നിങ്ങൾ എടുത്തു കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞവരവിടെ നിന്ന് ഓടുകയാണ്. ഈ സംഭവം പറഞ്ഞിട്ട് മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ അരികിലേക്ക് ആ നേർച്ചയുമായി കൊണ്ടുവന്ന അവര് തങ്ങളുടെ ആ മെതിയടി തിരിച്ചു കൊടുത്തപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഈ സംഭവം നടന്നതെന്നാണ്. അവര് പറഞ്ഞു, ഹിജറ വർഷം 555 സഫർ 3-നാണ് ഈ സംഭവം നടന്നത്. അവര് നേരത്തെ മെതിയടി വലിച്ചെറിഞ്ഞപ്പോ ആ അട്ടഹസിച്ച സമയത്തുള്ള ദിവസവും സമയമൊക്കെ നോക്കിയെല്ലാം വളരെ കറക്റ്റാണ്. അങ്ങ് ദൂരെ ആ മലയടിവാരത്തിൽ, ആ താഴ്വാരത്തിൽ നടക്കുന്ന സംഭവം ശൈഖ് അവറുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയും
തന്നെ വിളിച്ച ആളുകൾ, തന്നോട് സഹായം നേടിയ ആളുകളെ ഇവിടെ ഇരുന്നുകൊണ്ട് സഹായിക്കുകയും ചെയ്തു. ഇതൊക്കെ ഉണ്ടാകുമോ? ഉണ്ടാകുമല്ലോ. അതല്ലേ അല്ലാഹു പറഞ്ഞത്, വബസറഹുല്ലദീ യബ്സറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ദൂരെയുള്ളത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗസുൽ ആദം തങ്ങൾക്ക് പവർ കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് വിഷമം നേരിട്ടാലും എന്ത് പ്രയാസം നേരിട്ടാലും അവരെ വിളിച്ചാൽ, വിളിക്കേണ്ടതുപോലെ ഗൗസുൽ ആദം തങ്ങളെ വിളിച്ചാൽ ആ വിളി കേൾക്കും. മുഹയ്യദ്ദീൻ മാലയിൽ ഈ വിഷയം നമ്മൾ കേൾക്കുന്നുണ്ട്. ഖഫീലക്കാരേ കള്ളർ പൊടിച്ചാരെ കാണാമീലത്തിന്ന് അബ്കാബാൽ കൊന്നോവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി തരട്ടെ. മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ ചരിത്രത്തിൽ ഒരുപാട് വിഷയങ്ങൾ, ഗൗസുൽ ആദം തങ്ങളുടെ മഹത്വം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്തായാലും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ വലിയ പവർ ലഭിച്ച ആളാണ്. ആ വലിയ പവർ ലഭിച്ച ആളായതുകൊണ്ട് തന്നെ ആ ഗൗസുൽ ആദം തങ്ങളെ മുൻനിർത്തി അവിടത്തെ തവസ്സുലാക്കി അള്ളാഹുവിനോട് നമ്മൾ സഹായം നേടിയാൽ അള്ളാഹു നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ വിപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മഹാരോഗത്തിന്റെ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.